ഡാ കൈയും മുഖമൊക്കെ കഴുകി വരാൻ പറഞ്ഞിട്ട് പോയതല്ലേ ഞാൻ. എന്നിട്ട് യൂണിഫോം പോലും മാറാതെ കയറി കിടക്കുവാണോ? സത്യക്കുട്ടി, ഡാ ഈ കുഞ്ഞിനെ കൊണ്ട് ഉറക്കമായോ? പിന്നെ ഇത്രയും പെട്ടെന്ന് ഉറങ്ങത്തില്ലെന്ന് എനിക്കറിയാം. അതെ, മുത്തശ്ശൻ പോകുന്നുള്ള സങ്കടത്തിലാണല്ലേ? മുത്തശ്ശൻ എങ്ങോട്ടും പോവാനൊന്നും പോകുന്നില്ലെന്നേ. അച്ഛനും മോളും കൂടെ അങ്ങനെ എന്തെല്ലാം തമാശ പറയുന്നതാ. ഡീ, മതി കള്ള ഉറക്കം. എഴുന്നേറ്റ് വന്ന് ചായ കുടിക്ക്. സത്യക്കുട്ടി, ഡീ സത്യ. അയ്യോ പൊള്ളുന്നല്ലോ മോളെ. സത്യ, ഈശ്വര. കുഞ്ഞ്, ഈശ്വര, ഇവള് ഫോണും എടുക്കുന്നില്ലല്ലോ. മനസ്സിലായോ? മുത്തശ്ശനല്ലേ? എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരൂ പ്ലീസ്. വേണ്ട മുത്തശ്ശ, മുത്തശ്ശി പോവണ്ട. മുത്തശ്ശനോട് പോവണ്ടെന്ന് പറയിച്ചാരുന്നേ. ഇവളെടുക്കുന്നില്ല. മോളെ, ഗോപാലേട്ടാ, ഗോപാലേട്ടാ. എന്താ സത്യ അവള് വിളിച്ചിട്ട് അനക്കില്ല. ഒന്ന് നോക്ക് ഗോപാലേട്ടാ, വേഗം. മോളെ, സത്യം മോളെ, 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 എന്താ ഇത്? മോളെ സത്യ, മോളെ അനങ്ങുന്നില്ലല്ലോ ഗോപാലേട്ടാ. മോളെ, അയ്യോ ഗോപാലേട്ടാ, എന്താ ചെയ്യാൻ പോണേ? വാ ശാരദേ. ഗോപാലേട്ടാ, ശാലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ വാ ശാരദേ. ഗോപാലേട്ടാ, ഗോപാലേട്ടാ, എന്താ ചെയ്യാൻ പോണേ? വരാൻ. അയ്യോ മോളെ, ഈശ്വരാ. സാറേ, ഇതിലെനിക്ക് നല്ല ആശങ്കയുണ്ട് കേട്ടോ. വാശി കൊണ്ട് സത്യാമ്മയെ തോൽപ്പിക്കാമെന്ന് തോന്നുന്നില്ല. നമ്മൾ വാശിയെടുത്താൽ അതിൽ കൂടുതൽ വാശിയെടുക്കും സത്യാമ്മ. അതാ സ്വഭാവം. പിന്നെന്തുകൊണ്ട് തോൽപ്പിക്കുന്നു? ആടോ സ്നേഹം കൊണ്ടോ?
എടോ 10-40 വർഷമായിട്ട് ഇതിനുവേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടാണോ ഞാൻ? എന്തായാലും പൊന്നി പോയിട്ടുണ്ടല്ലോ, വിളിച്ചോണ്ട് വരട്ടെ സത്യമ്മയെ. രോഹിത്തെ, ഞാനും ഇതിന് കൂടണമെന്നാണോ? അതെന്താ ഇയാൾക്ക് മാത്രമായിട്ട് ഇളവ്? അല്ല, എൻ്റെ കുഞ്ഞിച്ചയായോണ്ട്. നിന്റെ കുഞ്ഞേച്ചിയോ? ഈ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ ഭാര്യ ശാലിനി, രോഹിത്തിൻ്റെ സ്വന്തം ഏട്ടത്തി, എനിക്ക് എൻ്റെ സ്വന്തം മകൾ. സോറി അച്ഛാ. ശ്യാമോളെ, ഈ സമരത്തിൽ നിന്ന് ഒരാളെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, നമ്മുടെ പപ്പി മോളെ. പൊന്നിയും പിള്ളച്ചേട്ടനും വരെ ഇതിൽ പങ്കാളികളാ. സ്വീകരിച്ചാലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓഹോ, എന്താണാവോ കാര്യം? ഞങ്ങൾ പറയുന്നതിനൊന്നും നീ ചെവി തരാറില്ലല്ലോ. അപ്പൊ പിന്നെന്തിനാ വെറുതെ അധര വ്യായാമം നടത്തുന്നത്? മൗനവ്രതം തന്നെയല്ലേ നല്ലത്? നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ലെന്നോ? എന്നിട്ട് രാഘവേട്ടൻ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടില്ലേ? നല്ല ഭംഗിയായിട്ട് കേട്ടു. കേൾക്കുക, ചെവി തരിക, മനസ്സിലേക്ക് എടുക്കുക, ഇതിനൊക്കെ വ്യത്യാസമുണ്ട് ഭാമ. ഇപ്പൊ നീ ചെയ്യുന്നതിനെയാ കേൾക്കുക എന്ന് പറയുന്നത്. ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് പോവും, ഒരു കിളി പറയുന്ന പോകുന്ന പോലെ. ഈ ചെവി തരിക എന്ന് പറഞ്ഞാല് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ക്ഷമയും സഹാനുഭൂതിയും ഉള്ളൊരവസ്ഥയാ. പറയുന്നവനും ഒരു മനസ്സും ഹൃദയക്കൊണ്ടുള്ള പരിഗണന വരും. ഓ, അതിൽ മനസ്സിലേക്ക് എടുക്കുക എന്നുള്ളത് മറ്റൊന്നാ. കേൾക്കുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. അല്ല, ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കണോ? അല്ല, രാഘവേട്ടന്റെ ക്ലാസ് ഒക്കെ കേട്ട് എന്റെ ജീവിതം മൊത്തം അങ്ങ് ചേഞ്ച് ചെയ്താലോ എന്ന് ആലോചിക്കുക. പക്ഷേ എന്തായാലും വിശന്നിരുന്ന് എനിക്ക് ഉപദേശം കേൾക്കാനൊന്നും വയ്യ. നമുക്കെന്തെങ്കിലും കഴിച്ചിട്ടിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. ഞങ്ങൾക്ക് വേണ്ട. രാഘവേട്ട, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഓരോരുത്തരും അവരവരുടെ കാര്യം പറയാൻ. എന്നാ എനിക്ക് ഇവിടുത്തെ ഒരു മാങ്ങയും വേണ്ട. ആഹാ, അത് ശരി, രാഘവേട്ടന് ഇവിടുത്തെ മാങ്ങ വേണ്ട. എടാ മോനെ വിഷ്ണു, നിനക്കോ? അല്ലെങ്കിലും അവൻ പണ്ടേ മൗനവ്രതത്തിലാണല്ലോ. രോഹിത്തെ, നിന്റെ വായിലെങ്കിലും നാം ഉണ്ടോടാ? സത്യമ്മ ക്ഷമിക്കണം. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാലും പല കാര്യങ്ങളിലും ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ട. സത്യമ്മ മാത്രമേ മാറി നിൽക്കുന്നുള്ളൂ. സത്യമേ, ഉള്ള സത്യം പറയാം, ഇവിടെ എല്ലാവരും ഒരു നിരാഹാര സമരത്തിലാ. നിരാഹാര സമരോ? അത് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തുന്ന ഒരു സമരമല്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഭാമേ, ആർക്കും ചെയ്യാം നിരാഹാര സമരമൊക്കെ. കണ്ണും ചെവിയില്ലാത്ത ഏതൊരു അധികാര കേന്ദ്രത്തിന് മുന്നിലും. അയ്യോ, അധികാര കേന്ദ്രം? അതിന് ഇവിടെ ഏതാ അധികാര കേന്ദ്രം? നീ തന്നെ ഭാമേ. ഞാനോ? രാഘവേട്ട, ഇതൊരു കുടുംബമല്ലേ? അവിടെ എങ്ങനെയാ അധികാര കേന്ദ്രം ഉണ്ടാവുക? അതെ, അധികാരമല്ല, കുടുംബത്തിലെ സ്നേഹം തന്നെയാ വേണ്ടത്. ആ ചരടുകൊണ്ടാ പരസ്പരം ബന്ധിതരാവേണ്ടതും.
പക്ഷേ ഇവിടെ നീ സ്വയം ഒരു അധികാര കേന്ദ്രമായി സങ്കല്പിച്ച് മാറി നിൽക്കുന്നു. അതൊന്നും മാനിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. മറ്റു കുടുംബങ്ങളിലെ പോലെ അമ്മയുടെ ജോലി നോക്കെന്ന് പറഞ്ഞേ ഓരോരുത്തരും അവരുടെ ജോലി നോക്കി അങ്ങ് പോയാൽ മതി. ഇവിടെ പക്ഷേ നിന്റെ മകനും മകളും ഒക്കെ സ്വന്തം ഭാര്യയോടും ഭർത്താവിനോടും ഒപ്പം ജീവിക്കാൻ വേണ്ടി അമ്മയുടെ സമ്മതം നോക്കുന്നുണ്ടെങ്കിലേ അത് നിന്നോട് സ്നേഹം കൊണ്ടാ. നീ മാത്രം അത് മനസ്സിലാക്കാത്തത്. കാര്യമില്ല. എന്റെ ശമ്പളക്കാരാണല്ലോ എന്റെ ആദ്യത്തെ ശത്രുക്കൾ. എനിക്കെതിരെ എന്ത് സമരം ഉണ്ടായാലും ആദ്യം കൊടി പിടിക്കുന്നത് ഇവരായിരിക്കും. ശരി, ഓരോരുത്തരുടെ ഇഷ്ടം നടക്കട്ടെ. ദേ, ഈ പാവ സത്യഭാമയ്ക്കുണ്ട് സത്യഭാമയുടേതായ തീരുമാനങ്ങൾ. ശരിയെന്ന്. അച്ഛാ, കുഴപ്പമായിന്നോ തോന്നുന്നേ? നമ്മളെന്തിനാ നിരാഹാര സമരം നടത്തുന്നെന്ന് പോലും ചോദിച്ചില്ലല്ലോ സത്യമ്മ. കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. ശാലിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നമ്മൾ നിരാഹാരം നടത്തുന്നതെന്ന് അവൾക്ക് ഊഹിച്ചൂടെ? പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. സ്നേഹത്തോടെ സംസാരിച്ച് പരിഹരിക്കേണ്ട കാര്യമായിരുന്നു. ഇതിപ്പോ എല്ലാരും കടുംപിടുത്തം കാട്ടിയ സ്ഥിതിക്ക് സത്യാമ്മ അയവെന്ന് തോന്നുന്നില്ല. അങ്ങനുണ്ടോ? സംശയം വേണ്ട സാറേ. എന്തെങ്കിലും കടുത്ത തീരുമാനമാണെങ്കിൽ സത്യാമ്മ കിച്ചന്റെ വാതിലിനടുത്ത് വരെ പോയിട്ട് തിരിഞ്ഞു നിൽക്കുമായിരുന്നു. ഇതിപ്പോ അതുപോലും ഉണ്ടായില്ലല്ലോ. ഈ ലൈവ് കമന്ററി ഒന്ന് നിർത്തുമോ? ബാക്കിയുള്ളവർക്ക് ഇവിടെ ശ്വാസം മുട്ടിയിട്ട് വയ്യ. സത്യമ്മ വന്നു. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് എനിക്കൊറ്റയ്ക്കൊരു തീരുമാനമുണ്ട്. ഇനി മേലിൽ ഞാനിവിടെ ഭക്ഷണം വെക്കില്ല. ഇന്ന് ഞാൻ ഈ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അവസാനത്തെ രാത്രിയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ സത്യമേ വാശി കൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. ഭാമേ, നീ ഇതെന്താ? മതിയായി. മതിയായി രാഘവേട്ട. എന്റെ പാചകമൊന്നും ഇവിടെ ആർക്കും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിർത്താൻ സമയമായി. സത്യമേ, ഞങ്ങൾ അങ്ങനെയൊന്നും.
ആരും ഇനി എന്നോടൊന്നും പറയണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തീരുമാനം എടുത്തതുപോലെ ഞാൻ എന്റെ കാര്യത്തിലും തീരുമാനം എടുത്തു. നാളെ മുതൽ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതും മറ്റൊരാളായിരിക്കും. ശാലിനി. എന്താ ശാലിനി വെക്കുകയും വിളമ്പുകയും ചെയ്താ കഴിക്കില്ലെന്നുണ്ടോ ഇവിടെയുള്ളവര്? അവളല്ലേ ഈ വീട്ടിലെ മൂത്ത മരുമകള്. നിങ്ങളുടെ രുചിയും രുചിഭേദം ഒക്കെ നോക്കി പാകം ചെയ്യാനുള്ള ബാധ്യത അവൾക്കല്ലേ? ഞാനെന്തിനാ നിങ്ങളുടെ സമരവും നിരാഹാരവും ഒക്കെ കാണുന്നത്? അവള് തന്നെ വന്ന് പരിഹരിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ശാലിനി. ആട്ടിച്ചല്ലേ ബ്രോ, അല്ല നമ്മുടെ അമ്മ. നമുക്ക് ശരിക്കും ആഘോഷിക്കണം. പിന്നല്ലാതെ. വെറുതെ കുറെ ടെൻഷൻ അടിച്ചു. എന്തായാലും സമരം ഫലം കണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സത്യാമ്മയെ വാശ കൊണ്ട് തോൽപ്പിക്കാനാവൂന്ന്. ചേട്ടാ എന്താ പറഞ്ഞേ? ഓടിക്കല്ലേ കുഞ്ഞേ, വയസ്സായിരിക്കുക. ഈ പിള്ളേരുടെ കാര്യം സന്തോഷമായില്ലേ കുഞ്ഞെ? പിന്നല്ലാതെ. അമ്മയുടെ സമ്മതത്തോടെ ശാലിനി ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ ഇതിൽ കൂടുതൽ സന്തോഷമുണ്ടോ? പിന്നെ അല്ലാതെ. എല്ലാം നന്നാവും കുഞ്ഞെ. സങ്കടവും വിഷമവും എല്ലാം ഈ വലിയ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. മോക്കെന്തേലും വേണോ? വേണ്ട, ഭക്ഷണം കഴിക്കണം. ഇപ്പൊ കഴിക്കാൻ തോന്നില്ല ശാരദ അമ്മേ. എന്നാ പിന്നെ വെള്ളം കൊണ്ടുവരട്ടെ? വേണ്ട. ദേ, വെള്ളം നന്നായിട്ട് കുടിക്കണമെന്ന് വൈദ്യര് പറഞ്ഞത്. ഇപ്പൊ കുടിച്ചല്ലേ ഉള്ളൂ. ആണോ? അമ്മേ, ഈ വീട്ടിൽ എനിക്ക് എന്താ അമ്മേ വില? ഈ വീട്ടിലെ നിന്റെ വിലയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. തൽക്കാലം കുഞ്ഞിനെ പേടിപ്പിക്കണ്ട. ഓ,
മുത്തശ്ശൻ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് അവളൊന്ന് കണ്ണു നിറച്ചതായിരിക്കും ഇപ്പൊ വലിയ പ്രശ്നം. അതിന്റെ ബലത്തിലായിരിക്കും ഇപ്പോഴും ഈ വീട്ടിൽ കുത്തിയിരിക്കുന്നത്. എന്ത് കാര്യസാധ്യത്തിനും കുഞ്ഞുങ്ങളെ കയ്യിലെടുത്താൽ മതിയല്ലോ. ഇങ്ങനെയോ ഓരോ ഒഴിയാബാധകൾ വീട് നശിപ്പിക്കുന്നത്.